ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ അലക്സാണ്ടർ വാൻ ഡെർ ബെല്ലൻ നമ്മുടെ ട്രംപിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം കൃത്യമായൊരു നിരീക്ഷണം നടത്തി. അദ്ദേഹം പറഞ്ഞത് AI ഉപയോഗിച്ച് ആർക്കും യേശുവായോ ഡോക്ടറായോ സ്വയം ചിത്രീകരിക്കാം. ജനങ്ങൾക്ക് ശരിയും തെറ്റും തിരിച്ചറിയാനാവാത്ത സാഹചര്യം ഉണ്ടാക്കുകയാണ് ഏകാധിപതികളുടെ അടിസ്ഥാന രാഷ്ട്രീയ തന്ത്രം. ശരിയല്ലേ? ജനങ്ങൾക്ക് ശരിയും തെറ്റും തിരിച്ചറിയാനാവാത്ത വിധം ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെ എല്ലാ രാജ്യങ്ങളും നടക്കുന്നുണ്ടത്. ജനങ്ങളെ കൺഫ്യൂസ്ഡാണ്. ഇപ്പോൾ യുദ്ധം നടക്കുന്നുണ്ട് പലയിടത്തും. ഇപ്പോൾ ആരുടെ കൂടെ നിൽക്കണം? ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കണം, ഇറാൻ്റെ കൂടെ നിൽക്കണം, ഉക്രൈൻ്റെ കൂടെ നിൽക്കണം, റഷ്യയുടെ കൂടെ നിൽക്കണം. ജനങ്ങൾ കൺഫ്യൂസ്ഡാണ്, കൺഫ്യൂസ്ഡ് ആക്കാണ്. റേസിൻ്റെ പേരിൽ, റിലിജൻ്റെ പേരിൽ, എത്തനിസിറ്റിയുടെ പേരിൽ ഒരു ഗ്രൂപ്പ് സുപ്പീരിയർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൂട്ടം ആൾക്കാരെ എലിമിനേറ്റ് ചെയ്യാണ്. ഈ പ്രോസസ്സാണ് ലോകത്തുടനീളം നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ കൺഫ്യൂസ്ഡ് ആക്കിയിട്ടാണ് ഈ കള്ളന്മാരായിട്ടുള്ള നേതാക്കന്മാർ ലോകത്തിൽ ലൂട്ട് ചെയ്യുന്നത്. ഇത് ഗോസ്പലിൽ ഈശോ പറയുന്നുണ്ട് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുന്നത് ഈ കള്ളൻ്റെ സ്വരം. നിങ്ങളുടെ ഫ്യൂച്ചർ കട്ടുകൊണ്ട് പോകുന്നുണ്ടോ? നിങ്ങളുടെ സ്വപ്നങ്ങൾ കൊന്നുകളയുന്നുണ്ടോ? നിങ്ങളുടെ രാജ്യത്തെ നശിപ്പിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അയാൾ കള്ളനാണ്, അയാൾ കവർച്ചക്കാരനാണ്. ഇനി നിങ്ങൾക്ക് ജീവനുണ്ടാകുന്നുണ്ടോ? അത് സമൃദ്ധം ഉണ്ടാകുന്നുണ്ടോ? അതാണ് യഥാർത്ഥ ഇടയൻ, അതാണ് യഥാർത്ഥ ലീഡർ എന്ന് പറയാം.